ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ സ്റ്റാർട്ട് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏതായാലും എക്സാം അല്ലേ? മിസ് ഒരു കാര്യം പറഞ്ഞോട്ടെ. യെസ്, മിസ് ഇത് എക്സാം ചെയ്ത് കഴിഞ്ഞത് വാട്സപ്പിൽ അയക്കണ്ടേ എഴുതിയത്? ആ ഗ്രൂപ്പ് എന്റെ പേഴ്സണൽ ഗ്രൂപ്പിലേക്ക് അയച്ചാൽ മതി. ആരും കാണില്ല. എനിക്ക് വാട്സപ്പ് മോക്ക് മിസ് ഒരു കുഴപ്പമുണ്ട്. ഇപ്പൊ നോക്കി എഴുതിയാൽ അവരുടെ ടീച്ചർ അത് ഇവിടെ ഒരു കിട്ടുന്നില്ല, പെട്ടെന്ന് വാട്സപ്പ് കേറാൻ പറ്റുന്നില്ല. അതെ, ഞാനൊരു ഹായ് അയക്കാം, നീ എനിക്ക് നമ്പർ അയച്ചാൽ മതി. ഓക്കെ, അപ്പൊ റെഡിയായി. ഈ ടൈമില്ല 10. മിസ് അപ്പൊ ആൾക്കാർ നോക്കി എഴുതിയാലോ? എങ്ങനെ നോക്കി? ഏതിൽ നോക്കി എഴുതും? അവരുടെ ഈ ടെസ്റ്റ് ചൂരിലും കൊണ്ട് അവിടെ വരുമെന്നാണ് നോക്കി എഴുതിയാല്. അപ്പൊ നമ്മൾ തുടങ്ങിയാണ്. എങ്ങോട്ട് നോക്കാൻ ഞാൻ ടൈം തരില്ല, ആകെ അത്രയും നമുക്ക് ഇനി ടൈമുള്ളൂ. അപ്പൊ അറിയുന്നവർക്ക് വേഗം മനസ്സിൽ എഴുതാൻ പറ്റും, മറ്റു നോക്കി എഴുതുമ്പോൾ എന്തായാലും ടൈം അധികം പിടിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആയി ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എക്സാം. അപ്പൊ ഫസ്റ്റ് അർത്ഥം എഴുതുക എന്നാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതണ്ട, മിസ് പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോ ഫസ്റ്റ് അർത്ഥം എഴുതുക എന്നാണ് ഫസ്റ്റ് 1 ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പൊ ആദ്യത്തത് വിത്തം. വിത്തം എന്ന വേർഡിന്റെ അർത്ഥം എഴുതണം, മീനിങ് എഴുതണം. വിത്തം വേഗം എഴുതിയേ. എന്തേ അൻമരിയ സ്ട്രക്കായ? വിത്തം. ഓക്കെ, ഷോൺ എഴുതി. നെക്സ്റ്റ് വൺ പറയട്ടെ. വിത്തം കഴിഞ്ഞ അംശുമാൻ. അംശുമാൻ മീനിങ് എഴുതണം. അംശുമാൻ. ഫിനിഷ് എഴുതി കഴിഞ്ഞു എല്ലാവരും? അംശുമാൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചോരൻ. ചോരൻ അർത്ഥം എഴുതേണ്ടതാണ്. ചോരൻ എഴുതിയോ? അപ്പൊ 3 പറഞ്ഞു. 1 വിത്തം, 2 അംശുമാൻ, 3 ചോരൻ. ഓക്കെ, കഴിഞ്ഞോ? പേത്തെ ഒരാളെ നോക്കി എഴുതണ്ട, വീഡിയോ ഓൺ ചെയ്തിരുന്നാ മതി. എല്ലാവരും വീഡിയോ ഒന്നും ഓഫ് ചെയ്യണ്ട. അപ്പൊ വിത്തം, അടുത്തത് പറഞ്ഞത് എന്താ? അംശുമാൻ, 3 ചോരൻ, 4 മർത്യൻ. 4 നാലാമത്തെ അർത്ഥം എഴുതേണ്ടത് മർത്യൻ. മർത്യൻ എഴുതിയോ? എന്തേതിയാ? കിട്ടുന്നില്ലേ? ഓക്കെ, ടീച്ചർ ഇവിടെ കറണ്ട് ഇല്ല. നമുക്ക് കിട്ടുന്നില്ലേ? കമ്പ്യൂട്ടർ ആണോ? ബാറ്ററി പെട്ടിയുടെ ചാർജ് തീരാറായി. കമ്പ്യൂട്ടർ ആണെങ്കിൽ അത് ഓഫ് ആവുമല്ലോ. മൊബൈലിൽ കയറായിരുന്നില്ലേ? എന്നാല് മൊബൈലില്ല. ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ അംശുമാൻ എഴുതി, ഇനി ചോരനും എഴുതി അല്ലെ? 4 എണ്ണായില്ലേ? അയ്യോ അൻമരിയ, ശ്രേയ 4 ആയില്ലേ? അപ്പൊ 4 എണ്ണത്തിന് 2 മാർക്ക് കേട്ടോ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി. ഓൾറെഡി നമ്മൾ എഴുതി. നെക്സ്റ്റ് പര്യായം എഴുതാനാണ്. പര്യായം. അതിൽ ഫസ്റ്റ് വൺ വിശ്വം. വിശ്വം എന്നുള്ള വേർഡിന്റെ പര്യായപദം എഴുതണം. വിശ്വം. പര്യായപദം ഏതാണെന്നറിയാലോ? വിശ്വം. ആരും ടെക്സ്റ്റിനെയോ നോട്ടിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യണ്ട, സ്വന്തമായി എഴുതിയാ. ഓക്കെ, വിശ്വം എഴുതിയിട്ടല്ലേ എഴുതണ്ടേ? വിശ്വം എഴുതിയിട്ട് അതിന്റെ എഴുതിക്കോ. അത് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അതിന്റെ ആൻസർ അവിടെ ഉണ്ടായാൽ മതി. പര്യായ പദങ്ങൾ. അപ്പൊ പര്യായ പദാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ പറയാമോ മിസ്? ഏത്? ഫസ്റ്റ് വൺ മുതൽ പറയണോ? അല്ല, 4ാമത്തെ കഴിഞ്ഞിട്ട്. ഫസ്റ്റ്. അപ്പൊ പര്യായ പദം അല്ലെ? പര്യായ പദത്തില് വിശ്വം. വിശ്വം എന്നുള്ള വാക്കിന്റെ പര്യായ പദങ്ങൾ എഴുതണം. ആൻസർ എഴുതിയാലും മതി, വിശ്വം എഴുതണമെന്നില്ല. എഴുതുന്നെങ്കിൽ നല്ലത്. വിശ്വം എഴുതിയിട്ട് അതിന് നേരെ 3 എണ്ണോ അങ്ങനെ വരുന്നതാണ് പര്യായ പദങ്ങൾ. ഓക്കെ, എഴുതിയോ എല്ലാവരും? നെക്സ്റ്റ് വൺ വരുന്നത് അടം.
അഡർ എന്നുള്ള വേർഡിന്റെ പര്യായ പദങ്ങൾ എഴുതണം. അഡർ, അഡർ. ഞാൻ കുറേ പ്രാവശ്യം ക്ലാസ്സിൽ തന്നെ പറഞ്ഞാണ് അഡർ. കേട്ടിട്ടുണ്ടോ? എഴുതിയല്ലേ പര്യായ പദം? രണ്ടെണ്ണം എഴുതിയോ പര്യായ പദം? നെക്സ്റ്റ്. അപ്പൊ രണ്ടെണ്ണം വന്നില്ലേ? നമ്മൾ രണ്ടെണ്ണം എഴുതിയല്ലോ. അപ്പൊ രണ്ടെണ്ണത്തിന് അതിന് 2 മാർക്ക്. അത് രണ്ടെണ്ണം എഴുതിയാൽ കുറെ എഴുതാനുണ്ടല്ലോ, അതുകൊണ്ട് 2 മാർക്ക് രണ്ടെണ്ണത്തിന്. അപ്പൊ എത്രയായി? നമുക്ക് 2 2 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഓൾറെഡി ആയി. നെക്സ്റ്റ് വരുന്നത് നാനാർത്ഥം എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, അതായത് ആദ്യം നമ്മൾ അർത്ഥം, രണ്ടാമത്തെ പര്യായ പദം എഴുതല്, മൂന്നാമത്തത് നാനാർത്ഥം എഴുതുക. എഴുതിയോ? എന്റെ ആൻമേരിയൊക്കെ ക്ലിയർ ഇല്ലേ മോളെ? സ്ട്രക്കായി നിൽക്കുന്നതാണല്ലോ ആൻമേരി, കേൾക്കുന്നില്ലാവോ? അപ്പോ നാനാർത്ഥം എഴുതുക. മേനി, മേനി, മേനി എന്ന വാക്കിന് മിസ് അത് 2 എണ്ണം ഉള്ളോ? മിസ് അത് 2 എണ്ണം ഉള്ളോ? പര്യായ പദം 2 എണ്ണം. വിശ്വം അടറും, 2 വേർഡ്. വിശ്വം അടർ. അതിന് ഓരോരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ 2 മാർക്ക് അല്ലേ? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ എഴുതി. ഇനി വരുന്നത് നാനാർത്ഥം എഴുതാൻ മേനി, മേനി എന്ന വാക്കിന്റെ നാനാർത്ഥം എഴുതണം. മേനി. എന്താ പറയാ, ആൻമരിയൊക്കെ കേൾക്കുന്നില്ലാവോ? സ്ട്രക്ക് ആയിട്ടുള്ളത്. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ആൻമരിയ കേൾക്കുന്നുണ്ടോ? മൊത്തം എഴുതി കഴിഞ്ഞോ? പര്യായം എഴുതിയോ? 2 എണ്ണം. വിശ്വം. ഓക്കെ. പിന്നെ വരുന്ന നാനാർത്ഥം എഴുതുക. മേനി, മേനി, മേനി എന്ന വാക്കിന് നാനാർത്ഥം എഴുതണം. എഴുതിയോ? റെഡിയാ? മേനി ഒരെണ്ണം. ഒന്നാമത്തെയാ? നാനാർത്ഥം എന്ന് പറഞ്ഞാലും 2 3 അതായത് വിവിധ അർത്ഥങ്ങൾ, അതാണ് നാനാർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാനാ അർത്ഥങ്ങളാണ് നാനാർത്ഥം. അപ്പൊ തേർഡ് ബിറ്റ് അല്ലേ? തേർഡ് ബിറ്റ് അല്ലേ? തേർഡ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് 3 റോമൻ ലെറ്റർ നിങ്ങൾ ഫസ്റ്റ് ഇടുക, അർത്ഥം എഴുതുക. ഇനി രണ്ടാമത്തെ പര്യായ പദത്തിന് സെക്കൻഡ് ഇടുക റോമൻ ലെറ്റർ. മൂന്നാമത്തെ പര്യായ പദം ഇടാൻ അറിയില്ലേ? ഇങ്ങനെ ഇടാൻ അറിയില്ലേ? ഫസ്റ്റ് ഇടില്ലേ നമ്മള്? ഫസ്റ്റ് അർത്ഥത്തിന് അങ്ങനെ സെക്കൻഡ് 1 തേർഡ്. ഓക്കെ ആയില്ലേ? അപ്പൊ നാലാമത്തെ ഒറ്റ ഒന്നേ ഉള്ളൂ, മേനി. നെക്സ്റ്റ് എന്താ വരുന്നത്? നെക്സ്റ്റ് നാലാമത്തത് എന്നാ വരുന്നത് വെച്ചാല് അർത്ഥ വ്യത്യാസം. അത് നിങ്ങൾ എഴുതണമെന്നില്ല, ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, ഇങ്ങനെ ഫോർത്ത് ഇട്ടാ മതി. റോമൻ ലെറ്ററിൽ ഫോർത്ത് ഇട്ടോ. അപ്പൊ അർത്ഥ വ്യത്യാസം എഴുതാൻ ഭുവനം, ഭവനം, അതിന്റെ രണ്ടിന്റെയും കൂടെ അർത്ഥ വ്യത്യാസം എഴുതണം. ഭുവനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഭവനം ഏതാണെന്നും അറിയാം. അതിന്റെ എഴുതണം. അർത്ഥ എഴുതലാണ് അത് അർത്ഥ വ്യത്യാസം. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി ഇപ്പൊ? 2 1. അപ്പൊ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഓൾറെഡി. ഇപ്പൊ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ? കിട്ടിയില്ലേ? ഇപ്പൊ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയോ? എഴുതിയില്ലേ? നെക്സ്റ്റ് വൺ ഉത്തരം എഴുതുകയാണ്. അതായത് 5th 5ാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത് ഉത്തരം എഴുതുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മർത്യന് വിത്തത്തിന്റെ ആവശ്യമില്ലാതാകുന്നത് എപ്പോഴാണ്? മർത്യന്, ആൻമരിയ കേൾക്കുന്നില്ലേ മോളെ? മർത്യന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം എഴുതുക എന്നുള്ളതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മർത്യന് വിത്തത്തിന്റെ ആവശ്യമില്ലാതാകുന്നത് എപ്പോൾ? എഴുതിയോ?
Sure? Okay. First one question. എഴുതിയോ ഫെയ്ത്ത്? മത്തിന് വിത്തത്തിന്റെ ആവശ്യമില്ലാതാകുന്നത് എപ്പോഴാണ്? ഞാനൊരു 100 തവണ ക്ലാസ്. മിസ് ക്വസ്റ്റ്യൻ ആൻസർ 4ാമത്തെ ബിറ്റ് അല്ലേ? 4ാമത്തെ അല്ലല്ലോ വരുക, 5ാമത്തെ അല്ലേ വരുക. 1 അർത്ഥം എഴുതുക, 2ാമത്തെ ബിറ്റ് വന്നത് ഏതാ? അടറും ചോരനും. ഏത്? പര്യായപദം. 3 നാനാർത്ഥം. 3ാമത്തത്. മിസ് തേർഡ് ബിറ്റിൽ മിസ് എത്ര ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നു? 4 5ാമത്തെ അല്ലേ ഇപ്പൊ വരുക. തേർഡില് ഏതാണ്? ഒറ്റൊന്നേ ഇട്ടുള്ളൂ, മേനി എന്നുള്ളതിന്റെ നാനാർത്ഥം എഴുതാൻ. ഓക്കെ. മേനി. പിന്നെ 4ാമത്തെ ഏതാ ഞാൻ പറഞ്ഞ അർത്ഥ വ്യത്യാസം എഴുതാൻ? ഭുവനം, കവനം. അതിന്റെ രണ്ടിന്റെ അർത്ഥം എഴുതലാണ് അർത്ഥ വ്യത്യാസം എഴുതുക. ഭുവനം എന്നുള്ളതിന്റെ അർത്ഥം ഏതാണെന്ന് എഴുതുക, കവനം എന്നുള്ളതിന്റെ അർത്ഥം എഴുതുക. അതെല്ലാം അർത്ഥ വ്യത്യാസം. ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ക്വസ്റ്റ്യൻസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മർത്യന് വിത്തത്തിന്റെ ആവശ്യമില്ലാതാകുന്നത് എപ്പോൾ? എഴുതിയോ ആഷിക്കേ? എന്തേ ഒരു ഡൗട്ട്? നെക്സ്റ്റ് 2ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യ മഹാധനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? വിദ്യ മഹാധനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആഷിക്ക് കേൾക്കുന്നില്ലേ മോനെ? ആഷിക്കും ആൻമരിയും സ്റ്റക്ക് ആവുന്നുണ്ട് ഇടക്കിടക്ക്. ആൻമരി പക്ഷെ എഴുതി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാ, വിദ്യ മഹാധനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? 2ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഉത്തരം എഴുതുകയിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറഞ്ഞത്. കേട്ടില്ലേ മോനെ ആഷിക്ക്? ഷോൺ ഓക്കെ ആണോ? ശ്രേയ കേട്ടോ മോനെ? ഫെയ്ത്തിന് കേട്ടില്ലേ 2ാമത്തെ ക്വസ്റ്റ്യൻ? ദിയ ഓക്കെ. ആഷിക്ക് എന്തായി മോനെ? കേൾക്കുന്നില്ല? ആൻമരി 2ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ? ആഷിക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച മിസ്സിനോട്. നിങ്ങളെ ഞാൻ മ്യൂട്ട് ആക്കിയിട്ടില്ല ആരെയും. ക്വസ്റ്റ്യൻ ഉത്തരം എഴുതുക എന്നുള്ളതില്, അതായത് 5ാമത്തെ ഉത്തരം എഴുതുകയാണ്. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ, മർത്യന് വിത്തത്തിന്റെ ആവശ്യമില്ലാതാകുന്നത് എപ്പോൾ? 2ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യ മഹാധനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? വിദ്യ മഹാധനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഓക്കെ. അപ്പൊ 6 ഉം 4ഉം 2 ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം. അപ്പൊ 4. അപ്പൊ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ടോട്ടൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായില്ലേ? ആദ്യത്തെ അർത്ഥത്തിന് 4 എണ്ണത്തിന് 2 മാർക്ക്. പിന്നെ 2ാമത്തെ പര്യായ പദത്തിന് 2 എണ്ണത്തിന് 2 മാർക്ക്. നാനാർത്ഥത്തിന് മേനി 1 എഴുതാനുള്ളൂ, അതിന് 1 മാർക്ക്. അർത്ഥ വ്യത്യാസത്തിന് ഭുവനും ഭവനും എഴുതിയ 1 മാർക്ക്. ഓക്കെ, അപ്പൊ 6 മാർക്കായി. 2 ക്വസ്റ്റ്യൻസിന് 2 വീതം മാർക്ക്. അപ്പൊ 4 10. ടോട്ടൽ 10. മിസ് ആൻസർ പറഞ്ഞു കൊടുത്തില്ലേ? ഞാൻ ആൻസർ പറഞ്ഞു കൊടുത്തു. എവിടെ? ഇല്ല, 4ൽ ആൻസർ അല്ലായിരുന്നു അല്ലേ? പറയുന്നത് ഒരബദ്ധം പറ്റിയത് ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി. കറങ്ങാനെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഒരു അബദ്ധം പറ്റുന്നതാണ് അല്ലേ ഫെയ്ത്തെ? ഒരുപാട് സ്ഥലത്ത് കറങ്ങാൻ പോയി എന്റെ പിക്ചർ കണ്ടു. ഫെയ്ത്ത് ഉണ്ടായിരുന്നില്ലേ കൂട്ടത്തില്? ഓക്കെ, ഫെയ്ത്ത് അടിച്ചു പൊളിക്കുകയാണ്. ഒരു പുസ്തകം എടുത്തിട്ടില്ല. ഇന്ന് ഞാൻ ഫോട്ടോ ഇട്ടതായിട്ട്. ഓക്കെ ആഷിക്കേ, ക്ലിയർ ആണോ മോനെ? അപ്പൊ നമ്മുടെ എക്സാം ഇന്നത്തേത് കഴിഞ്ഞു. എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ? ആരും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കിയൊന്നും വേണ്ട, ടെക്സ്റ്റിലേക്കൊന്നും നോക്കി ക്ലിയർ ചെയ്യൊന്നും വേണ്ട. എല്ലാവരും ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം? മിസ്സിന്റെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ? നമ്പർ അറിയോ? 97 44
706994. എല്ലാ ടീച്ചേഴ്സിന്റെയും നമ്പർ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ ടൈം ടേബിളിന്റെ അടുത്ത് തന്നെ ആയിട്ട് ഉണ്ടായിരുന്നല്ലോ. ഗ്രൂപ്പിലായിരിക്കില്ല, ചിലപ്പോൾ ടൈസ് അനൗൺസ്മെന്റിലായിരിക്കും, നമ്മളെ മെയിൻ ഗ്രൂപ്പിലായിരിക്കും. ഞാൻ കണ്ടുവല്ലോ. ഓക്കെ, അപ്പൊ ഇത് എന്റെ നമ്പർ 97 44 70 69 94. ഇതിലേക്ക് സെൻഡ് ചെയ്യണം കേട്ടോ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാ കുട്ടികളും സെൻഡ് ചെയ്യണം. ഞാൻ നോക്കട്ടെ നിങ്ങൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ടെന്ന്. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത പാഠം കഴിഞ്ഞ ഉടനെ ഇതുപോലെ പാഠം കഴിഞ്ഞു അതിന്റെ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടും അത് കഴിഞ്ഞ ഉടനെ ഇതുപോലെ എക്സാം ഉണ്ടാവും. പിന്നെ എല്ലാ കുട്ടികളും അത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ നോട്ട് എഴുതി കഴിഞ്ഞ ഉടനെ അത് പഠിക്കുക. പിന്നെ അത് പരീക്ഷ എന്ന് പറയുന്നതിന് മുമ്പേ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മുന്നോട്ട് പോവാം. പഠിച്ചിട്ട് മുന്നോട്ട് പോവാം. ഓരോ പാഠവും പഠിച്ചിട്ട് മുമ്പോട്ട് പോവാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്രാമർ ആണ് പഠിക്കുന്നത് കേട്ടോ. ഈ രണ്ടാമത്തെ പാഠം കഴിഞ്ഞു. രണ്ടാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസറും മീനിങ് നിങ്ങൾ എഴുതുവോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ എല്ലാവരും. നാലാമത്തെ ബിറ്റിൽ 2 എണ്ണം അല്ലേ തന്നുള്ളൂ? നാലാമത്തേതിൽ 2 എണ്ണം അല്ലേ തന്നുള്ളൂ? അർത്ഥ വ്യത്യാസം എഴുതുക എന്ന് പറഞ്ഞിട്ട് ഭുവനും ഭവനും തന്നു. ഭുവനത്തിന്റെ അർത്ഥം എഴുതുക, ഭവനത്തിന്റെ അർത്ഥം എഴുതുക. അതാണ് അർത്ഥ വ്യത്യാസം. പിന്നെ വരുന്നത് അത് അഞ്ചാമത്തത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതിൽ 2 ക്വസ്റ്റ്യനേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതൊന്നും എല്ലാം കൂടെ എഴുതാൻ നമുക്ക് സമയം ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ലേറ്റ് ആയി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കട്ടെ എത്ര മാർക്ക് എല്ലാരും വാങ്ങുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതിട്ട് ദിയാ എഴുതി, പക്ഷെ വാട്സപ്പ് കേട്ടിട്ടില്ല ടീച്ചർ. ദിയക്ക് ഫോണേ ഇല്ല, ആർക്കും ഇല്ലേ? മോളെന്നെ ക്ലിയർ ചെയ്തോ? അല്ല, എങ്ങനെ അയച്ചു തരാൻ പറ്റില്ല? അച്ഛനുണ്ടോ? അപ്പൊ ഇപ്പൊ ഗ്രൂപ്പിലേക്ക് മോളെങ്ങനെ സെൻഡ് ചെയ്യുന്നേ? ഹോംവർക്ക് സെൻഡ് സിയക്ക് ഫോണില്ല. ദിയന്റെ അടുത്ത് സിയക്ക് ഫോണില്ല. എന്നാ പോരെ, അതിൽ പോരെ. അതിൽ സെൻഡ് അല്ല ടീച്ചർ, ഇന്ന പോലെ എഴുതുക. ദിയ മലയാളം അങ്ങനെ എഴുതിയിട്ട് സെൻഡ് ചെയ്താ രാവിലെ പോയി. പോയാ ഞാൻ നോക്കട്ടെ, ഒന്ന് ആലോചിക്കട്ടെ. ഫോൺ നമ്പർ ഉണ്ടോ? ഗ്രൂപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യില്ല മോള്? വാട്സപ്പ് ഗ്രൂപ്പില് ദിയ അല്ലെങ്കിൽ ടീച്ചറിനെ വിളിച്ചു പറ. എന്നാ എന്നെ വിളിച്ചു പറഞ്ഞാ മതി. വിളിച്ചിട്ട് ഇന്നതിന് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, എന്റെ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം ആവട്ടെ, ഒരു 6 മണിക്ക് ശേഷം വിളിച്ചോ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചാൽ, നിങ്ങളെ അർത്ഥം നോട്ടിൽ സ്വന്തമായി ഇതിൽ നിന്ന് നോക്കി എഴുതുവോ? തെറ്റാതെ. അതായത് പദങ്ങളുടെ അർത്ഥം പഠിക്കാം. ഇത് ആരാഞ്ഞു, രണ്ടാമത്തെ പാഠത്തിന്റെ പേര് എഴുതുക. രണ്ടാമത്തെ പാഠത്തിന്റെ പേര് എഴുതിയിട്ട് എന്ത് എഴുതണം? പാഠത്തിന്റെ പേരെന്താ? കാരുണ്യത്തിന്റെ വില. കാരുണ്യത്തിന്റെ വിലാന്ന് എഴുതിയിട്ട് അതിന്റെ അർത്ഥം എഴുതുക. കേട്ടോ? അർത്ഥം എഴുതി വെക്കൂ നിങ്ങള്. അല്ല ഞാൻ ഇടണോ? രണ്ടുപേരും അല്ലെ? അർത്ഥവും പര്യായവും പിരിച്ചെഴുതുക. ആ 3 എഴുതാൻ പറ്റുമോ? ആൻമരിയ, ശ്രേയ, ദിയ, ആഷിക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫെയ്ത്തിന് ടെക്സ്റ്റ് ഇല്ലല്ലോ അല്ലെ? ദിയ എഴുതും. ആൻമരിയൊക്കെ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ശ്രേയ കേൾക്കുന്നുണ്ടോ മോളെ? കേൾക്കുന്നില്ല.
അർത്ഥം നോക്കട്ടെ. മിസ് ഷോണിന് മനസ്സിലായോ? ഈ രണ്ടാമത്തെ പാഠത്തിന്റെ പേര് എഴുതുക, എന്നിട്ട് അർത്ഥം എഴുതുക. ആ പറഞ്ഞോ ഷോൺ. എഴുതി. എഴുതിയാ? ഓക്കെ, ഏതുവരെ എഴുതി? ഏതുവരെ എഴുതി? ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാ? സൂപ്പർ. ഓക്കെ, ഞാൻ ഒന്ന് ചേരുമ്പോ ഒന്ന് ക്ലിയർ ചെയ്യണേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കിനി മൂന്നാമത്തെ പാഠത്തിലേക്ക് പോവാതെ നമുക്ക് കുറച്ച് ഗ്രാമർ പഠിച്ചതിന് ശേഷം മൂന്നാമത്തെ പാഠത്തിലേക്ക് പോവാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗ്രാമർ പഠിക്കാം. രണ്ടാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥവും ഒക്കെ എഴുതാനുണ്ട്, എഴുതാം. അർത്ഥം നിങ്ങൾ എഴുതണം, അർത്ഥവും പര്യായപദവും പിരിച്ചെഴുതുക. അതെല്ലാം അതിലുണ്ട്, ഓൾറെഡി ടെക്സ്റ്റ് തന്നെ ഉണ്ട്. അത് നോക്കി നോട്ടിലേക്ക് എഴുതണം. അർത്ഥം എഴുതുക എന്ന് വെച്ചിട്ട് അർത്ഥം എഴുതുക, പിന്നെ പര്യായം എഴുതുക എന്ന് വെച്ചിട്ട് പര്യായം എഴുതുക, പിന്നെന്താ എഴുതുക എന്ന് എഴുതുക. എന്നിട്ട് ഇത് പിരിച്ചെഴുതാമെന്നെല്ലാം ഉണ്ട്, അങ്ങനെയൊന്നും എഴുതണ്ട, പിരിച്ചെഴുതുക എന്ന് എഴുതുക. പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കുകയെല്ലാം ഞാൻ ചെയ്തു തരാം. ഓക്കെ, ഷോണല്ലേ എഴുതി? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഗ്രാമർ പഠിക്കാം. ഇതിന്റെ മാർക്കെല്ലാം നോക്കി ഞാൻ സെൻഡ് ചെയ്ത് തരാം. ആൻമേരിക്ക് കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു അല്ലേ മോളെ? അപ്പൊ നമ്മുടെ ടൈം ഏകദേശം കഴിയാറായി. എല്ലാരും സെൻഡ് ചെയ്യണേ ക്ലാസ് കഴിഞ്ഞ ഉടനെ. ദിയക്ക് ഡൗട്ട് ഉണ്ട്. നമ്പർ ഒന്ന് തരുമോ ടീച്ചർ? എന്റെ നമ്പറാ 97, എഴുതിക്കോ. 97 44 70 69 94. ഓക്കെ, 97446994 706994. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ? എല്ലാവരും കഴിച്ചിട്ടില്ലല്ലേ? ലഞ്ച് കഴിക്കണത്തില്ല എല്ലാവരും? എല്ലാരും പോയി ലഞ്ച് ഒക്കെ കഴിക്കും. ഒരു പീരീഡും കൂടി ഉണ്ട് മിസ് അടുത്തത് വേറെ. ക്ലാസ് ഉണ്ട് വീണ്ടും. അതെയാ, അത് കഴിഞ്ഞിട്ട് കഴിക്കാല്ലേ. ഇനി ഈ സമയമാകുമ്പോഴേക്ക് ഫുഡെല്ലാം കഴിച്ച് റെഡി ആയിട്ട് ഇരുന്നാ മതി. അപ്പൊ ഒന്നിച്ചിരിക്കാം നമുക്ക് 2 ക്ലാസ് അല്ലേ? മിസ് ഇനി ഒരു ക്ലാസ്സും കൂടെ ഉണ്ടോ മലയാളത്തിന്റെ? ഇനി ഒരു ക്ലാസ് ഉണ്ടോ ഇന്ന്? മലയാളത്തിന്റെ ഇല്ല, ഇല്ല. വേറെ ഏതെങ്കിലും 45-ന് ജി കെ ആണല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരോടും ബൈ ബൈ, സി യു, ബൈ 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 ബൈ. എന്നാ കൈക്കല്ല ഫെയ്ത്തിന്റെ ഇങ്ങനെ കൈ കാണാൻ വേണ്ടി എന്തൊക്കെയോ ഉണ്ടായിരുന്നു, മൈലാഞ്ചി എല്ലാം വെച്ചിട്ടുണ്ട്. കൊറേ സമയം എന്നെ കാണിച്ചിരുന്നു. ഫെയ്ത്ത് എന്നാണോ? ഒന്നല്ല, വേറെ എന്തോ ആണ്. ഓ ഓക്കെ, ബൈ. സൂപ്പർ ആയിട്ടുണ്ട്. ബൈ ബൈ.